സംസ്ഥാനത്ത് ഇത്തവണ വേനൽ ചൂട് സാധാരണയേക്കാൾ കൂടുതലായിരിക്കും. എൽനിനോ പ്രതിഭാസം രൂപപ്പെടുകയും ഇത് സംസ്ഥാനത്തെ ബാധിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പും നൽകിയിട്ടില്ല. അടിമുടി വിയർക്കും, മൊത്തത്തിൽ ചൂട് തന്നെ. കാലാവസ്ഥാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് 2026 രണ്ടാം പകുതിയിൽ എൽനിനോ ആരംഭിച്ച് വടക്കൻ അർദ്ധഗോളത്തിലെ ശൈത്യകാലത്ത് അതിന്റെ ഉച്ചസ്ഥായിൽ എത്തുമെന്നാണ്. മാത്രമല്ല, എൽനിനോ 2026 മുതൽ 2027 സീസൺ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ഇത്തവണ 2026 രണ്ടാം പകുതിയിൽ ഈ പ്രതിഭാസം ശക്തിപ്പെടുക മാത്രമല്ല ചെയ്യുന്നത്, കൂടുതൽ കാലാവസ്ഥയിൽ മാറ്റങ്ങളും വരുത്തും. യൂറോപ്യൻ കാലാവസ്ഥാ വിശകലന പ്ലാറ്റ്ഫോമായ സിവിയർ വെതർ യൂറോപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. കൂടാതെ കാലാവസ്ഥയിൽ ഇടയ്ക്കിടെ തീവ്രമായ ഉഷ്ണതരംഗങ്ങൾ, വരൾച്ച, കാട്ടുതീ, പ്രാദേശിക താപനത്തിന്റെ മറ്റ് അനുബന്ധ ആഘാതങ്ങൾ എന്നിവയുടെ കൂടുതൽ അപകട സാധ്യതയും വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. എൽനിനോ എന്നത് സൂചിപ്പിക്കുന്നത് ആഗോള ശരാശരി താപനില സാധാരണയേക്കാൾ കൂടുതലായിരിക്കും രേഖപ്പെടുത്തുക. ലോകമെമ്പാടുമുള്ള മഴയുടെ രീതികളെ ഈ പ്രതിഭാസം മാറ്റിമറിക്കും. ചില പ്രദേശങ്ങളിൽ കൂടുതൽ ഈർപ്പമുള്ള അവസ്ഥയായിരിക്കും, ചില പ്രദേശങ്ങളിൽ കൂടുതൽ വരണ്ട കാലാവസ്ഥയും അനുഭവപ്പെടും. ഇന്ത്യയിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞ നിരവധി മൺസൂൺ വരൾച്ചകൾ ഭൂമധ്യ പസഫിക് സമുദ്രത്തിലെ എൽനിനോ അവസ്ഥയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. സിവിയർ വെതർ യൂറോപ്പ് പറയുന്നതനുസരിച്ച് എൽനിനോ സംഭവ സമയത്ത് ഉഷ്ണമേഖല പസഫിക്കിന് മുകളിലുള്ള മർദ്ദം കുറയും. ഇത് മഴയും കൊടുങ്കാറ്റും ഈ പ്രദേശത്ത് വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുമെന്നും പറയുന്നുണ്ട്. കിഴക്കൻ പസഫിക്കിലെ വായു ഉയരുകയും ചെയ്യും. അത് മഴ വർദ്ധിപ്പിക്കുകയും അവിടെ അന്തരീക്ഷമർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. കൂടാതെ ഭൂമധ്യരേഖ പസഫിക്കിന് മുകളിലുള്ള അന്തരീക്ഷമർദ്ദം മഴ കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തും. പ്രത്യേകിച്ച് ലോകമെമ്പാടും ഇത് വ്യാപിക്കും. അത് ഇന്ത്യയിൽ പലപ്പോഴും മൺസൂൺ സീസണിൽ മഴ കുറയ്ക്കുന്നതിന് കാരണമാകും. എൽനിനോ അവസ്ഥയുടെ തിരിച്ചുവരവിന്റെ സാധ്യതയുടെ ആദ്യ ലക്ഷണങ്ങൾ ഭൂമധ്യരേഖ പസഫിക് സമുദ്രം കാട്ടുന്നുണ്ട്. ഇത് 2026 രണ്ടാം പകുതിയിൽ ആരംഭിച്ച് വടക്കൻ അർദ്ധഗോളത്തിലെ ശൈത്യകാലത്ത് ഉച്ചസ്ഥായിലും എത്തും. അത് വേനൽക്കാലം എത്തുന്നതിനു മുമ്പേ താപനില ഉയരുന്ന അവസ്ഥയിലേക്ക് നയിക്കും. സംസ്ഥാനത്ത് അതിനാൽ തന്നെ പതിവിൽ കൂടുതൽ ചൂടാണ് ഇപ്പോഴേ അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നത്. എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പകൽ സമയത്ത് മിക്ക ജില്ലകളിലും ശരാശരി 30 ഡിഗ്രിക്ക് മുകളിൽ താപനിലയുണ്ടാകും. മാത്രമല്ല, ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തുകയെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ഇത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പാലക്കാട്, പുനലൂര്, തൃശൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാകും ചൂട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. അതേസമയം സംസ്ഥാനത്ത് ഒരു ജില്ലകളിലും പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന റിപ്പോർട്ടുകൾ നിലനിന്നിരുന്നു. പക്ഷേ എവിടെയും വലിയ രീതിയിൽ മഴ പെയ്തില്ല. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക മുന്നറിയിപ്പുകളുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.